സുനിജി, മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരനെ ഇന്ത്യക്ക് കൈമാറാൻ US കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അതായത് ഇന്ത്യയിലേക്ക് പോകാതിരിക്കാൻ വലിയ ശ്രമം ഇയാൾ നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെ വിഫലമായി. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ഇയാളെ ഇന്ത്യക്ക് നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെ കാണണം ഇതിനെ? ഈ മുംബൈ കലാപത്തിൻ്റെ സൂത്രധാരനാണ് ഈ തഹാവൂർ റാണ. അപ്പോൾ ഈ തഹാവൂർ റാണയെ പിടികൂടണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വിട്ടു തരണമെന്ന് നമ്മൾ പലതവണ ആവശ്യപ്പെട്ടു. ശരിക്കും പറയാൻ നമുക്കറിയാലോ, ഈ കാനഡ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം നടത്തുന്നവരുടെയൊക്കെ ഒരു അഭയകേന്ദ്രം, ഒരു ആശ്രയം എന്ന് പറയാം. അപ്പോൾ ഖലിസ്ഥാൻവാദികൾ, ഈ ഖലിസ്ഥാൻവാദികളെല്ലാം തന്നെ കാനഡയിലാണ് കഴിയുന്നത്. എന്തിന്? കനേഡിയൻ പ്രസിഡൻ്റായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയെ വരെ സ്വാധീനിച്ചിട്ട് ഇന്ത്യക്കെതിരായി പ്രസ്താവനകൾ ഇറക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന തഹാവൂർ റാണ കനേഡിയൻ പൗരനാണ്. അദ്ദേഹം ജനിച്ചത് പാകിസ്ഥാനിലാണ്, പക്ഷേ പിന്നീട് കാനഡയിലേക്ക് കുടിയേറി എത്തുകയും പിന്നീട് അവിടെ പൗരത്വം നേടുകയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ഇരുന്ന് അമേരിക്കയിലൊക്കെ ഇരുന്നിട്ടാണ് ഈ ആസൂത്രണം നടത്തിയത് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. പക്ഷേ ഇയാൾ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ വിട്ടു നൽകിയിരുന്നില്ല. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് സ്ഥാനമേറ്റപ്പോൾ ഇയാളെ വിട്ടുകൊടുക്കണം ഇന്ത്യക്ക് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇയാൾ തന്നെ വിട്ടുകൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ ഹൈക്കോടതിയെ, സുപ്രീം കോടതിയൊക്കെ സമീപിച്ചിരുന്നു. അതായത് നിലവിൽ അയാൾ ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ഡി അഡിക്ഷൻ സെൻറ്ററിലാണ് കഴിയുന്നത്. 64 വയസ്സോ മറ്റോ ഉണ്ട്. അപ്പോൾ ഇത്രയും കാലം തന്നെ ചേർത്ത് പിടിച്ച അമേരിക്കയോ അല്ലെങ്കിൽ കാനഡയോ ഒന്നും കൂടെയില്ല എന്ന് ഇയാൾ തിരിച്ചറിയുന്നു. അപ്പോൾ ഖലിസ്ഥാൻവാദികൾ ഉൾപ്പെടെ ഇന്ത്യക്കെതിരായി നിലകൊള്ളുന്നവർക്കൊപ്പം എല്ലായ്പ്പോഴും നിലകൊള്ളുന്ന ജസ്റ്റിൻ ട്രൂഡോയെ ഒടുവിൽ കാനഡ ജനത തന്നെ വെറുത്തു. കാരണം എന്താ പറയുക, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇനി ലോകത്തിലെ ഒരു വൻ ശക്തിയായി മാറണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ വിസ്തൃതി ഉൾപ്പെടെ വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി കാനഡയെയും മെക്സിക്കോയെയും ഒപ്പം ചേർക്കാനായിട്ട് ട്രംപ് ചില നിർദ്ദേശങ്ങൾ നൽകി. അതുകൊണ്ടാണ് ജസ്റ്റിൻ ട്രൂഡോയോട് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തോട് ചേരുക, നിങ്ങളെ ഞാൻ ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ഗവർണറാക്കാം. അപ്പോൾ അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റായിട്ടാണ് കാനഡയെ കണ്ടിരുന്നത്. അപ്പോൾ കാനഡ എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ. കാരണം സാമ്പത്തികപരമായി അവർ തകർന്ന് തരിപ്പണമായി. ഇപ്പോൾ ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യൻ വംശജർ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ ഈ പേഴ്സൻറ്റേജ് എടുക്കുകയാണെങ്കിൽ അവർ വലിയൊരു വോട്ട് ബാങ്കാണ്. അപ്പോൾ കാനഡയിൽ ഏത് സർക്കാർ വന്നാലും അവിടെ നിർണായകമായ സ്വാധീനം ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് പോയ ഖലിസ്ഥാൻ വാദം മുന്നോട്ട് വെക്കുന്ന ആളുകളുണ്ട്. നല്ല ഗുർപത്വന്ത് സിംഗ് പന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവരുൾപ്പെടെയുള്ള നിരവധി ആളുകളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ തഹാവൂർ റാണയെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം? ഇത്രയും നാൾ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു പിന്തുണ ഈ കാനഡയ്ക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജസ്റ്റിൻ ട്രൂഡോയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പിന്തുണയൊന്നും ഇല്ലാതെ തന്നെ ഡൊണാൾഡ് ട്രംപ് അവിടെ വിജയിച്ച് കയറി. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമായി നാറ്റോയിൽ ഉൾപ്പെട്ട ഒരു രാജ്യത്തെ ഭരണാധികാരി കാണാൻ ചെല്ലുന്ന ജസ്റ്റിൻ ട്രൂഡോയാണ്. അവിടെ ചെന്നപ്പോൾ ഒട്ടും സ്വീകാര്യമായ അല്ലെങ്കിൽ ഒട്ടും ഒരു സന്തോഷകരമായ സ്വീകരണം അല്ല ലഭിച്ചത്. മാത്രവുമല്ല അപമാനിച്ച് പുറത്തു വിട്ടു എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത ഈ ജസ്റ്റിൻ ട്രൂഡോ അല്ലെങ്കിൽ കാനഡ സർക്കാരിനെതിരെ പറയുകയാണ്, ഈ രീതിയിലുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇയാളെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുന്നു. ആരെ? ഇന്ത്യയിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ്. അമേരിക്കൻ പ്രസിഡൻറ്റിന് പ്രത്യേക അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. അപ്പോൾ തഹാവൂർ റാണ ഇന്ത്യക്ക് കൈമാറിയാൽ ഈ മുംബൈ ആസൂത്രണത്തെ, മുംബൈ കലാപം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ജീവനുകൾ നഷ്ടപ്പെട്ട ആ കലാപത്തിന് മുഴുവൻ ആസൂത്രണം ചെയ്ത തഹാവൂർ റാണ എന്ന് പറയുന്ന ഭീകരന് ഈ ചെലവും കൊടുത്ത് കാനഡയിലെ കുറേ ആളുകളാണെന്ന് തിരിച്ചറിയുമല്ലോ. എന്തിന്? നമ്മുടെ നാട്ടിൽ കർഷക സമരം ഉണ്ടായപ്പോൾ ഈ കർഷക സമരത്തിന് ആവശ്യമായ ഫണ്ട് എവിടുന്നാണ് വന്നത്? ഈ കാനഡയിൽ കഴിയുന്ന ഖലിസ്ഥാൻവാദികൾ നൽകിയ ഫണ്ടാണ്. ഇപ്പോൾ ട്രാക്ടറിലാണ് കർഷകർ സമരത്തിന് വരേണ്ടത്. നമ്മൾ കണ്ടത് എന്താ? BMW-ലും ബെൻസിലും ഒക്കെ ആളുകൾ വരുന്നതാണ്. അപ്പോൾ പൈസ ഇറക്കി കളിക്കുന്ന കാനഡ പോലെ, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാനഡ പോലെ ഒരു രാജ്യം ഇനി ഇവിടെ വേണ്ട. നമുക്ക് ഇലോൺ മസ്ക് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ് കാനഡയാണെന്ന്. അത് എന്ത് സംഭവിച്ചു? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജ്യത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. കാരണം ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ കംപ്ലീറ്റ് തകർന്നു, തൊഴിലില്ലായ്മ കൂടി, ഈ വാടകയ്ക്കും മറ്റും വസ്തുക്കൾ കൊടുക്കുക, വീട് വെക്കുക, ഇതൊക്കെ തന്നെ വലിയ സാമ്പത്തിക ചിലവുള്ളതായിട്ട് മാറി. അപ്പോൾ അരാജകത്വം നിറഞ്ഞു നിൽക്കുകയും അവിടെയുള്ള തദ്ദേശീയ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഇതൊക്കെ തന്നെ കാനഡ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. ഒപ്പം തന്നെ ഈ അമേരിക്കയിലും ഈ പറയുന്ന എല്ലാ പിന്തുണയും, അതായത് ട്രൂഡോ എന്തെങ്കിലും തീരുമാനം എടുത്താൽ ഈ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ? അമിത്ഷായ്ക്കെതിരെ കേസെടുക്കും, രാജ്നാഥ് സിംഗിനെതിരെ കേസെടുക്കും, മോദിക്കെതിരെ അജിത് ഡോവലിനെ അറസ്റ്റ് ചെയ്യുമെന്ന് വരെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള ചില പിന്തിരിപ്പൻ നിലപാടുകൾക്ക് ട്രംപ് ശക്തമായ തിരിച്ചടി കൊടുത്തു തുടങ്ങി എന്നല്ലേ നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പം? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ 2008 മുംബൈ ഭീകരാക്രമണം നടന്നത്. ഒരുപാട് പേരുടെ ജീവൻ കവർന്നെടുത്ത ഒരു ഭീകരാക്രമണം. അതിൽ അജ്മൽ കസബ് എന്ന് പറയുന്ന 23 വയസ്സുള്ള ഒരാളെ തൂക്കിക്കൊല്ലുക, വധശിക്ഷയ്ക്കൊക്കെ വിധിച്ചിരുന്നു.
പിന്നീട് ഇതിൻ്റെ മുഖ്യ സൂത്രധാര ആരൊക്കെ എന്ന് അറിഞ്ഞപ്പോഴാണ് ഇതിൽ ഏറ്റവും മുഖ്യ സൂത്രധാരനാണ് ഈ തഹാവൂർ റാണ എന്ന് പറയുന്ന കനേഡിയൻ പൗരത്വമുള്ള പാകിസ്ഥാൻ വംശജനായ 64 വയസ്സുകാരനാണ്. ഇയാൾ കുറെ ശ്രമിച്ചു ഇന്ത്യയിലേക്ക് പോകാതിരിക്കാൻ, പല കോടതികളിൽ അപ്പീൽ നൽകി, സുപ്രീം കോടതികളിൽ അപ്പീൽ നൽകി. പക്ഷേ ഇതൊക്കെ തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ നിരന്തരമായ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പരിശ്രമം, അശാന്തമായൊരു പരിശ്രമം വിജയിച്ചു എന്നുള്ളതാണ്. ഇത്തരം ഭീകരനെ, ഒരുപാട് പേരുടെ ജീവൻ എടുത്ത ഭീകരനെ ഇന്ത്യയുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇവിടെ ഇനി ഇയാൾ നേരിടാൻ പോകുന്നത്, ഇന്ത്യയുടെ കോടതിയിൽ ഇയാൾ നേരിടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സത്യത്തിൽ ഈ ഭീകരാക്രമണം നടത്തുന്ന എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. പ്രത്യേകിച്ച് തീവ്രവാദത്തെ പൂർണ്ണമായും എതിർക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. തീവ്രവാദികളെ ഒരു തരത്തിലും വച്ച് വാഴിക്കില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം തീവ്രവാദികൾ ഒരിക്കലും നിലനിൽക്കില്ല എന്നുള്ള കാര്യം സംശയം വേണ്ട എന്നുള്ളതാണ്. തഹാവൂർ റാണ എന്ന് പറയുന്ന ക്രിമിനലിനെ ഇന്ത്യക്ക് വിട്ടു നൽകുന്നതിലൂടെ അത് ഒരു വലിയ പാഠം, ഒരു വലിയ സന്ദേശം കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. അതായത് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നിലപാടെടുത്തിട്ട് ഇനി വന്ന് കാനഡയിലോ അമേരിക്കയിലോ ഒളിച്ച് കഴിയാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം ഞാനും ഇന്ത്യയും തമ്മിൽ, അതായത് മോഡിയും ട്രംപും തമ്മിൽ നല്ല സൗഹൃദമാണ്, ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയമാണ്, ഇതൊക്കെ തന്നെ ട്രംപിനും ഇഷ്ടമാണ്. ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണി അല്ലാത്ത രീതിയിൽ എന്ത് സഹായവും ഇന്ത്യക്ക് വേണ്ടി ചെയ്യാൻ അവർ തയ്യാറാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെ നിലപാടെടുക്കുമ്പോൾ അമേരിക്ക നമുക്കൊപ്പം നിൽക്കുന്നത്, പാകിസ്ഥാനെതിരെയും ചൈനയ്ക്കെതിരെയും നിലപാടെടുക്കുമ്പോൾ അമേരിക്ക നമ്മളെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു വേറിട്ട ബന്ധം ഇവിടെ കാണാൻ കഴിയും. ഈ തഹാവൂർ റാണയെ പോലെ ഒരു രാജ്യത്ത് ജിഹാദി പ്രവർത്തനത്തിലൂടെ, അല്ലെങ്കിൽ എന്താണ്, ഇസ്ലാമിക് ഈ തീവ്രവാദ സംഘടനകളിൽപ്പെട്ട ചില ആളുകളുടെ ആക്രമണം മൂലം ഇന്ത്യക്ക് വലിയ നഷ്ടമുണ്ടായി, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അപമാനമുണ്ടായി. അതിന് തുല്യമാണ് അമേരിക്കയിലെ ട്വിൻ ടവർ ഇടിച്ച് തകർത്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദത്തെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുക, ഇതാണ് ട്രംപിൻ്റെ മുദ്രാവാക്യം. അപ്പം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഒരു ആശയവുമായി ഇനി ആരൊക്കെ മുന്നോട്ട് വരുന്നോ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനമെടുത്ത് ലോകരാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തഹാവൂർ റാണ അമേരിക്കയിലെ ഹൈക്കോടതി അല്ലെ സുപ്രീം കോടതി ഒക്കെ സമീപിക്കുന്നത്. തന്നെ ഒരു കാരണവശാലും ഇന്ത്യക്ക് വിട്ടുകൊടുക്കരുത്. കാരണം 64 വയസ്സുണ്ട്, പാക് വംശജനാണ്. അപ്പോൾ ഇയാളുടെ ആസൂത്രണം കൃത്യമല്ലേ? കാരണം മുംബൈ ആസൂത്രണത്തിൽ, അല്ലെ മുംബൈ അറ്റാക്കിൻ്റെ മുഴുവൻ ആസൂത്രണം നടന്നത് പാകിസ്ഥാനിലാണെന്ന് നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഈ തഹാവൂർ റാണയ്ക്കുള്ള പങ്ക് അത് വളരെ വ്യക്തവുമായിരുന്നു. പക്ഷേ അയാൾ ഇന്ത്യയിൽ വെച്ച് പിടികൂടാതിരിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഈ കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ മാറി. അപ്പോൾ കനേഡിയൻ പൗരനായതുകൊണ്ട് തന്നെ പലതവണ നമ്മൾ ആവശ്യപ്പെട്ടു, അത് കോടതി മുഖാന്തരം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോർട്ട് മുഖാന്തരമുള്ള രീതിയിൽ നമ്മൾ ആവശ്യപ്പെടുന്നു, രാജ്യാന്തര നിയമങ്ങൾക്കനുസരിച്ച് ആവശ്യപ്പെടുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ കനേഡിയൻ ഗവൺമെൻറ് ഇതിനോട് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രതിയെ വിട്ടുതരുന്നില്ല. ഇപ്പോൾ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ കഴിയുന്ന ഇയാളെ ഇനി ഇന്ത്യയിലേക്ക് അയക്കണം എന്ന് ഡൊണാൾഡ് ട്രംപ് കർശനമായൊരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടുകൂടി പല നീക്കങ്ങളുടെയും പല ഗൂഢാലോചനകളുടെയും ചുരുളുകൾ അഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും.